കഴിഞ്ഞ ദിവസം ജാസ്മിനെ കുറിച്ച് നമ്മൾ ഇട്ട ഒരു വീഡിയോയിൽ കഴിഞ്ഞ സീസണിലെ റെനീഷയുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാക്ക് പിടിച്ച് ഈ സീസണിൽ നിൽക്കുന്നത് നമ്മുടെ അൻസിബ ഹസൻ ആണ് എന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്തു. നല്ല കുട്ടി നല്ല മോള് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ കിട്ടാൻ വേണ്ടി അൻസിബ അഘോരാർത്ഥം പണിയെടുക്കുന്നുണ്ട്. ഞാൻ കമ്പയർ ചെയ്യുകയൊന്നുമല്ല, പക്ഷെ അൻസിബ കുറെ കൂടി ബോൾഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാലേട്ടന്റെ കൂടെ ലാലേട്ടൻ തന്നെ കരിയറിലെ 2 മൈൽ സ്റ്റോൺ സിനിമകളിൽ പുള്ളിയുടെ മകളായിട്ട് അഭിനയിച്ച നടിക്ക് സ്വാഭാവികമായ ഒരു പ്രേക്ഷക പിന്തുണ ഉണ്ടാവും. അതിനെ നശിപ്പിക്കാതെ അൻസിബ ഇതുവരെ നിന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ ജബ്രി കോംബോനെ കുറിച്ച് അൻസിബ എടുക്കുന്ന ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതൊരു ബിഗ് ബോസ് ഗെയിമർക്ക് അനിവാര്യമായ ഒരു സ്റ്റാൻഡ് തന്നെയാണ്. അതിന് മുമ്പായിട്ട് അൻസിബ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഞാൻ സദാചാരം പറയുകയല്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ജബ്രിയെ കുറിച്ച് അൻസിബ സംസാരിച്ചു തുടങ്ങുന്നത്. അത് അൻസിബ പറഞ്ഞത് റെനീഷ നേരിട്ട വിമർശനങ്ങളെല്ലാം നന്നായി അറിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെയാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കേണ്ട മിനിമം മാനേഴ്സ് ഗബ്രിയും ജാസ്മിനും കാണിച്ചിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത്. ഗാലറി എന്താണ് എന്ന് അറിഞ്ഞു വെച്ച് അതിനെ പഠിച്ച് അനലൈസ് ചെയ്ത് കളിക്കിറങ്ങുന്നവർ തന്നെയാണ് മാസ. അങ്ങനെ നോക്കുമ്പോൾ അൻസിബ ഒരു വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. ആളുകൾ എന്ത് പറയും എന്ന് മനസ്സിലാക്കി സെൽഫ് അവെയർ ആയിട്ട് കളിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ടാസ്കിലാണെങ്കിലും എടുക്കുന്ന നിലപാടുകളിലാണെങ്കിലും അൻസിബയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടായി വരുന്നുണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ. ജാസ്മിൻ സൈഡ് ആയതോടെ നിലവിൽ ഇപ്പൊ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് തന്നെയാണ് അൻസിബ. ഡെൻ ടീമിലുള്ളവരുമായിട്ട് ഒരു റാപ്പ് ഉണ്ടാക്കി അതിലൊരു കോംബോ ഒക്കെ ഒരു പാവം ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈവ് കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഋഷി, അർജുൻ, റോക്കി ഇവരോടൊക്കെ അൻസിബ നല്ലൊരു റാപ്പോ ഉണ്ട്, ഒരു ബന്ധം വെച്ച് കൊളുത്തുന്നുണ്ട്. അങ്ങനെ നിലവിൽ അൻസിബയുടെ ഗെയിം ഒരു മിക്സ്ഡ് ബാഗ് ആണെങ്കിലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ബിഗ് ബോസ് കാണുന്നവരുടെ പൾസ് അറിഞ്ഞ് കളിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ടോപ്പ് 5 എത്താൻ വരെ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അൻസിബ.